പ്രിയമുള്ളവർക്ക് നമസ്കാരം. ഞാൻ നിങ്ങളെപ്പോലൊരു മാധ്യമ പ്രവർത്തകരാണ്. എൻ്റെ പേര് രാഘവ് രാധാകൃഷ്ണൻ എന്നാണ്. എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ്. തിരുവനന്തപുരത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ഞാനൊരു വാർത്ത ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഞാനും എൻ്റെ ഫാമിലി അനുഭവിക്കുന്ന വേദനകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ബ്രീഫിൽ പറയുന്നുണ്ട്. ഒരു പോക്സോ കേസിലെ പ്രതി, ഇവിടുത്തെ പ്രസ് ക്ലബ്ബിലെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് നടക്കുന്ന സരിജ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ കൂട്ടാളിയായ ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന് പറയുന്ന ഒരാൾ. ഇദ്ദേഹം ഒരു പോക്സോ കേസിലെ പ്രതിയായിരുന്നു. 160 ദിവസം ജയിൽവാസം കഴിഞ്ഞ് വന്നു. ഇത് ജയിൽവാസം കഴിഞ്ഞ് വന്നിട്ട് ഇരയെ സ്വാധീനിച്ചുകൊണ്ട് ഇദ്ദേഹം കേസ് പിൻവലിക്കാൻ വേണ്ടിയുള്ള ഇടപെടലൊക്കെ നടത്തിയിട്ട് നേരെ കൊല്ലത്ത് വരിക. എൻ്റെ വീട് കൊല്ലമാണ്. കൊല്ലത്ത് വന്ന് കളക്ടറേറ്റിന് മുന്നിൽ സമരം ഇരിക്കുക, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. ഞാനാണ് അയാളെ പോക്സോ കേസിൽ പെടുത്തുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോക്സോ കേസിൽ ഒരാളിനെ പ്രതി ചേർക്കാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം പറ്റുമെങ്കിൽ ഈ നാട്ടിൽ എന്തും സംഭവിക്കാൻ പറ്റത്തില്ലേ? ഒരു പോക്സോ കേസിലെ പ്രതിയെ എങ്ങനെയാണ് പോക്സോ കേസിലെ പ്രതിയാവുന്നതെന്ന് ഒരുപാട് നിയമവശങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും ഒരു പ്രതിയെ ചേർക്കുന്നത്. വിക്ടിമിനെ, ഇരയെ മൊഴിയെടുക്കുന്നത് രഹസ്യമായിട്ടാണ്. അത് പോലീസിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിട്ട് മെഡിക്കൽ എടുത്തിട്ട് ഇത് സംഭവിച്ചത് എവിടെയാണോ, അത് പീഡനം നടത്തിയത് സ്ഥലം എവിടെയാണോ അവിടെ എല്ലാം പോയി അന്വേഷണം നടത്തിയിട്ടാണ് അവസാനമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം സംവിധാനങ്ങളിലെല്ലാം പോലീസ് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ നമുക്കറിയാം, ഇവിടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ കേസുകളിലും എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നില്ല, പലരും ഒക്കെ രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ കാര്യമാണ്. ഇദ്ദേഹം ആ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏത് കേസിലായാലും അത് സാക്ഷിയെ സ്വാധീനിക്കും, വാദിയെ സ്വാധീനിച്ചിട്ടായിരിക്കും ഓരോ പ്രതിയും രക്ഷപ്പെടുന്നത്. ഇവിടെ ഇരയെ സ്വാധീനിച്ച് ലക്ഷങ്ങൾ കൊടുത്തിട്ട് അയാൾ രക്ഷപ്പെട്ട് വന്നിട്ട് വെറും ഒരു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ ഞാനാണ് അദ്ദേഹത്തിനെ പോക്സോ കേസിൽ പെടുത്തിയെന്ന് പറഞ്ഞാണ് പരാതി കൊടുക്കുക എൻ്റെ പുറകെ നടക്കുന്നത്. ഇതിനകത്ത് ഞാൻ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനകത്ത് ഇദ്ദേഹത്തിനെതിരെ നിരവധി പോലീസ് കേസുകളുണ്ട്. അത് ഇളമകര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസ്, എഫ്ഐആറിൻ്റെ കോപ്പി വരെ ഉണ്ട്. ഈ പോക്സോ കേസ്, സ്വന്തം ഭാര്യയുടെ അനിയത്തിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസ്, സ്വന്തം ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച കേസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പിയാണ്. ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി, സുപ്രീം കോടതിയിലൊക്കെ പോയിച്ചിരിക്കുക. ഏത് കേസാണെങ്കിലും ഏത് കേസിൽ നിന്ന് രക്ഷപ്പെട്ടാലും ആ പ്രതി സ്വാഭാവികമായിട്ട് രക്ഷപ്പെട്ട സന്തോഷത്തിൽ നടക്കുന്നതിന് പകരം നിയമത്തെയും അല്ലെങ്കിൽ മാധ്യമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ സ്വഭാവത്തിൽ അപ്പോൾ പുനരന്വേഷണം ഏർപ്പെടുത്തണം. ഈ കേസ് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് ഇരയുടെ പരിശോധിച്ചതിന് ശേഷം ഇവർക്കുണ്ടായ സാമ്പത്തിക സ്രോതസ് എന്താണ്, ഇവരെവിടെയെല്ലാം വന്നു, ഇവരവിടെയൊക്കെ പോകുന്നതിൻ്റെ കൃത്യമായ വീഡിയോ ദൃശ്യങ്ങളടക്കം നമ്മളെ കയ്യിലുണ്ട്. ഈ ഇരയെ സ്വാധീനിക്കുന്നതും ഇര എങ്ങനെയാണിത് പറയുന്നതെന്നൊക്കെ അതിൻ്റെ എല്ലാം ബഹുമാനപ്പെട്ട DGPക്കൊക്കെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് ഈ ബ്രീഫിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് സംഭവിച്ചതെന്ന് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായി ഒരു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ. അങ്ങനെയാണെങ്കിൽ ഒരു ഇര അല്ലെങ്കിൽ ഒരു പ്രതി രക്ഷപ്പെട്ടാൽ ആദ്യം കള്ളക്കേസ് അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടത് എനിക്കെതിരെ പരാതി കൊടുത്ത ആ ഇരയ്ക്കെതിരെയാണ്. ഇവിടെ സംഭവം വാർത്ത ചെയ്ത എനിക്കെതിരെയാണ് ഇയാൾ പരാതി കൊടുത്തിടുന്നത്. ഭയങ്കര എന്തായാലും പറയാൻ പോലും നമുക്ക് പറയാൻ പറ്റണില്ല. അങ്ങനെയാണെങ്കിൽ ഇയാളെ വെറുതെ വിടാൻ ഇര സമ്മതിച്ചു എങ്കിൽ 160 ദിവസം ജയിലിൽ കിടന്നതിനും ഇത്രയും പോലീസ് സംവിധാനങ്ങൾ സിസ്റ്റമൊക്കെ വർക്ക് ചെയ്ത് ഏകദേശം ഒരു 15 ലക്ഷത്തോളം രൂപ ഈ ഇരയിൽ നിന്ന് ഈടാക്കി സർക്കാരിലേക്ക് കിട്ടിയിരിക്കണം. പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലം ഇവിടെ വ്യത്യസ്തമായെന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ്, മുനമ്പം ബീച്ച് ഹോട്ടലിനടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ഇതിനെ പീഡിപ്പിച്ചിരിക്കുന്നത്. 8 മാസം മുമ്പേ പീഡിപ്പിച്ചൊരു കേസ്. ഈ ഹോട്ടലിൽ ആരെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടാണ് പ്രതി അല്ലെങ്കിൽ ഇര അങ്ങനെ പറഞ്ഞുവെങ്കിൽ ആ ഹോട്ടലിൽ എങ്ങനെ രേഖ വന്നു, ആ ഹോട്ടലിൽ എങ്ങനെ തിരിച്ചറിഞ്ഞു, അവിടെയൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയ ഡോക്ടർ ചുമ്മാ എഴുതി കൊടുക്കും ഇതിന് പീഡിപ്പിച്ചു. അപ്പോൾ ആ ഡോക്ടർ മെഡിക്കൽ പരിശോധന എടുത്ത് തൈക്കാടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അവരാണ് പരിശോധിച്ചെടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം. ഇത് കഴിഞ്ഞിട്ടാണ് വഞ്ചൂർ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോലീസ് ക്യാമറാമാൻ്റെ സാന്നിധ്യത്തിൽ, പോലീസ് ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് എ ക്യാമറാമാൻ ആണല്ലോ, ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ക്യാമറാമാനെ വെളിയിലാക്കി മജിസ്ട്രേറ്റും ആ കുട്ടിയും കൂടാണ് മൊഴിയെടുത്തത്. ഇതെല്ലാം പ്രൂഫുള്ളതല്ലേ? വലിയതുറ പോലീസ് കേസെടുത്തിട്ട്
വലിയതുറ പോലീസ് ഈ കുട്ടിയുടെ വിഴിഞ്ഞം SI, ഒരു വനിതാ SIയും വലിയതുറ പോലീസ് സ്റ്റേഷനിൽ WPCയും കൂടി ചേർന്നാണ് മൊഴിയെടുക്കുന്നത്. മൊഴിയെടുത്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് തൈക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മെഡിക്കലെടുത്ത് ഈ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുത്തതിന് ശേഷം കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തിട്ട് ഇത് വിക്ടിം നടന്ന സ്ഥലം എറണാകുളം ജില്ലയായതുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇത് തപാലിൽ പോയി. നോക്കണം, അത് തപാലിൽ പോയി 2.5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അന്വേഷണം നടത്തി. വെറുതെ ഒരു പോക്സോ കേസിൽ ആരെയും പ്രതിയാക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ എല്ലാവർക്കും. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയും നമുക്ക് പോക്സോ കേസ് കൊടുക്കില്ല. അവർ വീണ്ടും വന്ന് അന്വേഷിച്ച് ഈ കുട്ടിയെ വീണ്ടും രഹസ്യമൊഴി 164 എടുത്തിട്ടാണ് ഇവർ ഇതറിഞ്ഞപ്പോഴത്തെ ഈ പ്രതി അവിടെ എന്ത് ചെയ്തു? പ്രതി ഇവിടുന്ന് മുങ്ങി. കാസർഗോഡ് നിന്നാണ് പ്രതി അറസ്റ്റ് ചെയ്യുന്നത്. ഈ തെറ്റ് ചെയ്യാത്ത ആളെന്തിനാണ് മുങ്ങിയത്? ഈ തെറ്റ് ചെയ്യാത്ത ആൾ പോലീസ് പിടിക്കുമ്പം പറയണ്ടേ? 160 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ജാമ്യം കിട്ടിയതിന് ശേഷം ഈ കുട്ടിയുടെ മാതാവിനെ പോയി കണ്ടിട്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ട് അവരെ കൊണ്ടാണ് കേസ് പിൻവലിപ്പിക്കാനായിട്ട് ഹൈക്കോടതി കൊടുത്തത്. അത് തള്ളിയെന്നാണ് ഞാൻ അറിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ, ഈ പ്രവാസിയുടെ ഭാര്യയെ കോവിഡ് സമയത്ത് 80 ലക്ഷം രൂപയും 150 സ്വർണവും ഉള്ള ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ പെട്രോൾ പമ്പ് തുടങ്ങാൻ ലാൻഡ് റിക്കവർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയി. 80 ലക്ഷം രൂപയും ഈ സ്വർണ്ണമായിട്ട് ഇയാളുടെ ഭാര്യയെ അടിച്ചുകൊണ്ട് പോയിട്ട് അയാളുടെ സ്വത്തെല്ലാം പോയപ്പോൾ ഇയാൾ ഗൾഫിൽ നിന്നുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞപ്പം ഇത് ജെന്യൂനായ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ്. പ്രവാസിയുടെ ഭാര്യയെ ഇത്രയും രൂപയായിട്ട് അടിച്ചുകൊണ്ട് പോയിരുന്നു. ഇതുവരെ അയാൾ 3 or 4 കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാർത്ത ചെയ്ത ഒരാളെ നശിപ്പിക്കാനായിട്ടൊക്കെ ഇറങ്ങും. അതിൻ്റെ കാര്യം എന്തോ ഈ നാട്ടിൽ? ഞാനും നിങ്ങൾ ഫോണിൽ സംസാരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് വരത്തില്ലേ? ഇത് കൃത്യമായ രേഖകൾ സഹിതം ഒരു 19 മിനിറ്റ് അടങ്ങിയ ഒരു വീഡിയോ എൻ്റെ കൈവശമുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സ്ത്രീ നിങ്ങളുടെ ഈ വാർത്താ സമ്മേളനം ഇവിടെ നടത്തിയിട്ടുണ്ടല്ലോ, ഈ ജീമോനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ജീമോനെ എൻ്റെ മകളെ പീഡിപ്പിച്ച മുഖംമൂടി ഇട്ടുകൊണ്ട് ഇവിടെ വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തി. എൻ്റെ മകളെ പീഡിപ്പിച്ച ഒരാളിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന്. സരിജ സ്റ്റീഫനും നിക്കോളാസ് സരിജ ഈ ജീമോനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് മുനമ്പം പോലീസ് സ്റ്റേഷനിൽ ജീമോനെ കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ സരിജ സ്റ്റീഫനും നിക്കോളാസും കൂടെ മുനമ്പം പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്നുകൊണ്ട് അവർ ലൈവ് ചെയ്തു. ഇരയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പേരും ഈ ഇരയുടെ സ്വഭാവവും അയാളുടെ അംഗവൈകല്യം ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, പേരും നാളും എല്ലാം പറഞ്ഞു. അത് കണ്ടിട്ട് ഈ ഇരയുടെ മാതാവ് വലിയതുറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. സെയിം പോക്സോ കേസ് ഇവർ രണ്ടുപേരുടെയും പേരിലെടുത്തു. അങ്ങനെയാണ് ഇവരെക്കുറിച്ച് വാർത്തയൊക്കെ ചെയ്തേണ്ടി വന്നത്. പറഞ്ഞില്ല, ഇവർ പറയുന്ന പ്രേരിപ്പിച്ചു എന്ന് പറയുന്നല്ലോ പോക്സോ കേസിൽ. ഞാൻ എൻ്റെ പ്രേരണയിൽ അങ്ങനെ ഒരാളെങ്കിലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും എനിക്ക് പ്രേരിപ്പിച്ച പോക്സോ കേസ് എടുക്കാൻ പറ്റുമോ? അങ്ങനെ നീതിക്ക് നിരക്കാത്ത എന്തെല്ലാം ചെയ്യാമായിരുന്നു. പക്ഷെ അതിനകത്തൊരു സത്യമുണ്ട്. ഞാൻ ആ വീട്ടിൽ പോയി, ഞാനിത് ഇതിൽ പറയുന്നുണ്ട്. ആ വീട്ടിൽ പോകുന്ന വലിയതുറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് ആ വീട്ടിൽ ചെല്ലുന്നിടം വരെ പോയി 19 മിനിറ്റ് തിരിച്ച് വരുന്നിടം വരെയുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അതാണ് DGP കൊടുത്തിരിക്കുന്നത്. ആ വീഡിയോയിൽ നഗ്നമായ സത്യം പറയുന്നുണ്ട്. ഇനി ആരൊളിപ്പിച്ചാലും. പിന്നെ അന്ന് തന്നെ വലിയതുറ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറും ആ തൊട്ടടുത്ത വീടുകളിലെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം പകർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നു, എൻ്റെ ആവശ്യം അതാണ്. ഇത് ഏതറ്റം വരെ പോയാലും ഈ കേസ് പുനരന്വേഷിച്ച് ഇവനെ തുറങ്കിലടപ്പിച്ച് രാഗന്താകർഷം മാറും. ഞാൻ കള്ളത്തരമാണെങ്കിൽ എന്നെ തുറങ്കിലടക്കിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ടാണ് പറയുന്നത്. ഇനിയെങ്കിലും ഒരു കാര്യമാണ് എൻ്റെ സഹപ്രവർത്തകരെ നിങ്ങൾക്ക് പറയേണ്ടത്. ആരെക്കുറിച്ചും അപരാധം പറയാൻ പറ്റുന്ന ഒരു സംവിധാനമായി മാറ്റരുത് ഓൺലൈൻ മാധ്യമം. കാര്യം നാളെ നമ്മളെ റോഡിൽ അടികൊള്ളേണ്ടി വരും നമ്മൾ. ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും എന്തിനോട് ചോദിക്കാമെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.